Hi all, welcome to pre and post market analysis. It's me, Rahul Bashir, your Forex mentor. സോ കഴിഞ്ഞ ദിവസം നമ്മളൊരു ഗോൾഡിൻ്റെ ആൻഡ് യൂറോ യൂസിൻ്റെ അപ്ഡേറ്റ് പറഞ്ഞായിരുന്നു. സോ നമ്മളിനി വീക്ക്ലി അനലൈസാണ് പറയാൻ പോകുന്നത്. അതായത് അടുത്ത ആഴ്ച നമുക്ക് ഏത് പൊസിഷനിലേക്കാണ് ട്രേഡ് നോക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡെയിലി ക്യാൻഡിൽ എങ്ങനെയാണ് ഫോം അയക്കുന്നത് നോക്കാം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന വ്യാഴാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെയും ക്യാൻഡിൽസ് ഫോം അയക്കുന്നത് ബുധനാഴ്ചത്തെ ഒരു ക്യാൻഡിലിൻ്റെ ഇൻസൈഡ് ക്യാൻഡിൽസ് ആയിട്ടാണ് ഫോം അയക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇനി മൺഡേ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കാണുന്ന ഒരു 4116 എന്ന് പറഞ്ഞ ലെവലിലേക്കൊക്കെ പ്രൈസ് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു എൻ്റയർ ഏരിയ ഒരു സെൽ ഏരിയ ആയിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മൺഡേ ഈ ഒരു ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അതിന് ശേഷമാണ് ഒരു പ്രോപ്പർ സെൽ ഡയറക്ഷനിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യുള്ളൂ. അതല്ല ഒരു ഗ്യാപ്പ് ഡൗണിൽ പ്രൈസ് വന്നു ഇവിടെ ഏരിയയിൽ നിന്ന് നമുക്കൊരു ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഈ ഏരിയ വരെ ബൈ ഓപ്പർച്യൂണിറ്റി നോക്കുന്നതായിരിക്കും. അതിനുശേഷം ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ശേഷം മാത്രമാണ് ഒരു പ്രോപ്പർ കൺഫർമേഷൻ എടുത്തിട്ട് സെല്ലിലേക്ക് നമ്മൾ പോവുള്ളൂ. ആൻഡ് നമ്മളിപ്പോൾ ബയാസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ട്രിക്ട്ലി അത് ഒരു ബെയറിഷ് ആയിട്ടുള്ള ബയാസ് തന്നെയാണ്. ഇപ്പോൾ ഒരു ലിക്വിഡിറ്റി കളക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് പ്രൈസ് അപ്പ് സൈഡിലേക്ക് ഒരു മൂവ്മെൻറ്റ് വന്നേക്കുന്നത്. അതിന് ഇവിടെ നിന്ന് ഒരു സെല്ല് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈ കാണുന്ന ഒരു 4011 ലെവൽ വരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാവുന്നതാണ്. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വിക്ക് റിജക്ഷൻസും അതായത് ബൈ റിജക്ഷൻസ് വന്നേക്കുന്ന ഏരിയ ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാന്ന് പറയുന്നത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഭയങ്കര കുറവായിരിക്കും. സോ അതുകൊണ്ട് തന്നെ സെല്ല് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന 4012 ലെവൽ വരെ ആ ഒരു ടാർഗറ്റ് വെച്ച് മാറുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ഒരു ഏരിയ വീക്കായതിന് ശേഷം കൂടുതൽ സെൽ ടാർഗറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. സോ നമുക്ക് അടുത്തൊരു സെൽ ലെവൽസ് നമുക്ക് നോക്കാം. അതായത് ഇനി അടുത്ത് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ് 3800 ആൻഡ് 3500 ആ റേഞ്ച് വരെ നമുക്ക് ഒരു സെൽ ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ആദ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ എടുത്തതിന് ശേഷം മാത്രം നമ്മൾ സെൽ അപ്രോച്ച് ചെയ്യാൻ നോക്കുക. ആൻഡ് നേരത്തെ പറഞ്ഞ മാതിരി ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബൈ നോക്കാതിരിക്കുക, സെല്ലിലേക്ക് മാത്രം നോക്കുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ നമുക്കിനി യൂറോ USD അനലൈസ് ചെയ്യാം. സോ യൂറോ USD നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് അത് ബുള്ളിഷ് തന്നെ നോക്കാൻ തന്നെയായിരുന്നു എല്ലാവരുടെ അടുത്തും ഞാൻ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ പ്രൈസ് അത്യാവശ്യം നല്ല രീതിയിൽ കയറിപ്പോയി. അതിന് ശേഷം ഈ ഒരു സപ്ലൈ ലെവലിലേക്ക് എത്തിയപ്പോഴാണ് പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ പ്രൈസ് ഒരു 1 ഹവറിൻ്റെ ഓർഡർ ഫ്ലോയിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത്. സോ പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റീട്രേസ് ചെയ്ത് ഈ കാണുന്ന ലിക്വിഡിറ്റി കളക്ട് ചെയ്ത് ഈ ഒരു ഓർഡർ ഫ്ലോ ലെവലിൽ നിങ്ങൾക്ക് പ്രൈസ് വരാൻ ചാൻസ് ഉണ്ട്. സോ ഇവിടെയൊക്കെ വന്നാൽ നമുക്കൊരു ലോങ് ടൈം സെല്ല് തന്നെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു മൺഡേ ഒരു ബൈ കൺഫർമേഷനും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ആ ബൈയിലേക്ക് തന്നെ പോവാം. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയും ഒരു സെൽ ഏരിയ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വന്ന് നിങ്ങൾക്ക് സെൽ കൺഫർമേഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെൽ സൈഡിലേക്ക് പോകാം. അപ്പോൾ എയ്തർ ബൈ ഓർ എയ്തർ സെൽ ഈ രണ്ട് ഏരിയയും ന്യൂട്രലായിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയാസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൺഫർമേഷൻ ബേസ്ഡ് ആയിട്ട് തന്നെ നിങ്ങൾ ട്രേഡിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. സോ ദാറ്റ്സ് ഇറ്റ് മൈ വ്യൂ ഓൺ ഗോൾഡ് ആൻഡ് യൂറോ USD. സോ മൺഡേ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും എത്രത്തോളം മാർക്കറ്റിൽ എഫക്റ്റീവായിട്ടുണ്ട് നമുക്ക് ഒന്നുകൂടെ വാച്ച് ചെയ്തിട്ട് മൺഡേ പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റിൽ നമുക്ക് ഇത് വീണ്ടും അനലൈസ് ചെയ്യാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ ആൻഡ് ഹാപ്പി വീക്കെൻഡ്.